KSRTC കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന പേരിൽ ഫോൺ ചെയ്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കൃത്യമായി മറുപടി നൽകാത്ത 9 കണ്ടക്ടർമാരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പരാതികൾ അറിയിക്കാനും ബസ് സമയം അറിയാനുമാണ് കൺട്രോൾ റൂം നടത്തുന്നത്. മന്ത്രി മുമ്പും ഇത്തരത്തിലുള്ള ചില മിന്നൽ പരിശോധനകളും ഈ ഇത്തരത്തിലുള്ള മിന്നൽ വേഗത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഗതാഗത വകുപ്പിൽ, അതായത് KSRTC അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗതാഗത വകുപ്പിൽ തന്നെ ഇത്തരം പരിഷ്കാരങ്ങളും സസ്പെൻഷനും നടപടികളും ഒക്കെ നേരത്തെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ വിഴിഞ്ഞത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ മന്ത്രി ചില സുപ്രധാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ഈ കൺട്രോൾ റൂം എന്ന് പറയുന്ന സംവിധാനത്തെ കുറച്ച് പേർ ജോലിയൊക്കെ ചെയ്യാതിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഇപ്പോൾ സാങ്കേതിക യുഗമാണ്, അതുകൊണ്ട് ഇതൊരു ആപ്പിലേക്ക് മാറ്റുകയാണ്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരാതി പറയാനും ഒക്കെ സംവിധാനമുള്ള ഒരു ആപ്പിലേക്ക് ഈ സംവിധാനം മാറ്റുകയാണെന്നൊക്കെ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കൺട്രോൾ റൂം എത്തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് വിലയിരുത്താൻ ഓഫീസിലുള്ളപ്പോൾ തന്നെയാണ് മന്ത്രി വിളിച്ചത്. ആദ്യം വിളിച്ചു, ആരും ഫോൺ എടുത്തില്ല. പിന്നീട് വിളിച്ചപ്പോൾ കൃത്യമായ മറുപടി മന്ത്രി ഒരു യാത്രക്കാരൻ എന്ന രൂപത്തിൽ വിളിക്കുകയും ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ലഭിക്കുകയും ചെയ്തില്ല. തുടർന്നാണ് KSRTC CMD വിളിച്ചിട്ട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെ അവരെ മാതൃവകുപ്പിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. അത്തരത്തിൽ ഈ കണ്ടക്ടർമാരാണ് ഇത്തരത്തിൽ ഈ കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുന്നത്. 9 പേരെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ഡിപ്പോയിലേക്ക് അയച്ചിരിക്കുന്നത്. വനിതാ ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ട്. അവരെയാണ് മന്ത്രി വിവിധ ഡിപ്പോകളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഇത് ഘട്ടം ഘട്ടമായി നിർത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. മുമ്പും ഇത്തരത്തിൽ ചില ഡിപ്പോകളിലൊക്കെ മിന്നൽ പരിശോധന നടത്തുകയും ചില മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്